വിലയിരുത്തൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഞാൻ ആ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് കൂട്ടിയ കണക്കുകളും കിഴിച്ച കണക്കുകളും ചേർത്ത് പറയുകയാണ്. 60,000-നും 62,000-നും ഇടയ്ക്കുള്ള വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഓരോരുത്തരായി ചെയ്തിട്ടുള്ള ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. അത് അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കും എന്നുള്ളതാണ് ആ കണക്കുകൾ ബൂത്തിൽ നിന്ന്. കാരണം 55-58 വരെയൊക്കെയാണ് NDA സ്ഥാനാർത്ഥികൾ പോലും മനസ്സുകൊണ്ട് കണക്കാക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് LDF പോകുന്നുവെന്ന് പറഞ്ഞാൽ UDF 3-ാം സ്ഥാനത്തേക്ക് പോകുന്നുവെന്നാണ് അർത്ഥം. ആണോ പൈസരിൻ? അതാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്. UDF 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതിനെ അങ്ങനെയല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. UDF-ന്റെ രാഷ്ട്രീയ അടിത്തറ പാലക്കാട് എത്രത്തോളം തകർന്ന് തരിപ്പണമായി എന്നുള്ളതിന്റെ നേർചിത്രം നൽകുന്ന ഒരു റിസൾട്ടായിരിക്കും. അത് മൂന്നാമതാവുക എന്നുള്ളത് മാത്രമല്ല, ബഹുദൂരം പിന്നിലായി പോകും. വിലയിരുത്തൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഞാൻ ആ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് കൂട്ടിയ കണക്കുകളും കിഴിച്ച കണക്കുകളും ചേർത്ത് പറയുകയാണ്. 60,000-നും 62,000-നും ഇടയ്ക്കുള്ള വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഓരോരുത്തരായി ചെയ്തിട്ടുള്ള ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. അത് അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കും എന്നുള്ളതാണ് ആ കണക്കുകൾ ബൂത്തിൽ നിന്ന്. കാരണം 55-58 വരെയൊക്കെയാണ് NDA സ്ഥാനാർത്ഥികൾ പോലും മനസ്സുകൊണ്ട് കണക്കാക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് LDF പോകുന്നുവെന്ന് പറഞ്ഞാൽ UDF 3-ാം സ്ഥാനത്തേക്ക് പോകുന്നുവെന്നാണ് അർത്ഥം. ആണോ പൈസരിൻ? അതാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്. UDF 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതിനെ അങ്ങനെയല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. UDF-ന്റെ രാഷ്ട്രീയ അടിത്തറ പാലക്കാട് എത്രത്തോളം തകർന്ന് തരിപ്പണമായി എന്നുള്ളതിന്റെ നേർചിത്രം നൽകുന്ന ഒരു റിസൾട്ടായിരിക്കും. അത് മൂന്നാമതാവുക എന്നുള്ളത് മാത്രമല്ല, ബഹുദൂരം പിന്നിലായി പോകും. ഞാൻ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു 100-ലേറെ തവണ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, എനിക്ക് ആ സരിന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ, എസ്പെഷ്യലി അരുൺകുമാർ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടല്ലോ, UDF 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നല്ലേ കണക്ക് പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഓഫ്കോഴ്സ് അരുൺകുമാർ സ്റ്റുഡിയോയിൽ നിന്ന് പറയുമ്പോൾ ഈ സരിന് കിട്ടുന്നത് 2 സെക്കൻഡ് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ സരിന്റെ റിയാക്ഷൻ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ അതിങ്ങനെ കണ്ട് ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. കണക്കുകൾ നിരത്തിക്കൊണ്ട് 1-ാം ഘട്ടവും 2-ാം ഘട്ടവും എണ്ണൽ കഴിഞ്ഞാലും 3-ാം ഘട്ടം പിരായിരിയിലേക്കും അത് കഴിഞ്ഞ് മുനിസിപ്പാലിറ്റിയിലേക്കും കടക്കുമ്പോൾ സരിൻ വിജയിച്ചു കയറും. ഈ കണക്കുകളാണ് സരിൻ ഇപ്പോ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഈ കണക്കുകളാണ്, അതായത് ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പൊ അതിന്റെ ഒരു എന്താ പറയണ്ടേ, ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഫൈൻഡിങ്സ് വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിലല്ല അട്ടിമറി നടന്നിരിക്കുന്നത്, വോട്ടെണ്ണലിൽ അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ള കണ്ടെത്തലുകൾ സരിന്റെ ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാളെ മുതൽ പാലക്കാട്ടെ MLA P സരിനായിരിക്കും. ഇതിന്റെ പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതാണ്. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുക. എന്താ കണക്കുകൂട്ടൽ? അതിനപ്പുറം ആ കണക്കുകൂട്ടലുകളെയൊക്കെ ശരിവെക്കുന്ന നമ്മുടെ വീരപ്പന്റെ ചാനലിലെ എല്ലാമായ മൊട്ട അരുൺ. വീരപ്പൻ വയനാട്ടിലെ ഈ പറയുന്ന മുട്ടിലെ മരങ്ങൾ മുറിച്ചുകൊണ്ട് ആ ഭൂമിയെ മൊട്ടയടിച്ചപ്പോൾ തന്റെ ചാനലിന്റെ നേതൃസ്ഥാനത്തേക്ക് അതിന്റെ മേധാവിയായിട്ട് മുടിയില്ലാത്ത മൊട്ടയെ തന്നെ നിയമിച്ച വീരപ്പൻ ഇരിക്കട്ടെ ഇന്നത്തെ അഭിനന്ദനങ്ങൾ. കൈയടിച്ച് പാസ്സാക്കണം എല്ലാവരും. കാരണം ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികളെയൊന്നും നമ്മളൊന്നും ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല, അഭിനന്ദിക്കണം, വീണ്ടും കൈയടിക്കുക എല്ലാവരും. അപ്പോ വയനാട്ടിലെ മുട്ടിലെ ഭൂമി, ആ വനം വകുപ്പിന്റെ ഭൂമി മൊട്ട ഭൂമിയാക്കിയ, തരിശു ഭൂമിയാക്കിയ വീരപ്പൻ തന്റെ മേധാവിയായിട്ട് മുടിയില്ലാത്ത മൊട്ട അരുണിനെ അതിന്റെ പ്രതീകാത്മകമായിട്ട് നിയമിച്ചിരിക്കുന്ന ഒരു വലിയ സാഹചര്യം കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു പ്രതീകാത്മക അല്ലെങ്കിൽ ഒരു നന്ദി സൂചകമായിട്ടാണ് മൊട്ട അരുണിനെ ഇത്തരത്തിൽ റിപ്പോർട്ടർ TVയുടെ മേധാവിയാക്കിയിട്ട് അതിന്റെ ഏറ്റവും വലിയ കമാൻഡ് ഇൻ ചാർജ് ആക്കിയിട്ട് എഡിറ്റർ ഇൻ ചീഫ് ആക്കിയിട്ട് മാറ്റിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ സരിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സങ്കടം തോന്നുകയാണ്. എത്രമാത്രം കണക്കുകൾ, ഈ കണക്കുകൾ സരിന് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഡാറ്റ കിട്ടണല്ലേ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൂട്ടിയും കുറച്ചും കണ്ടെത്തിയ ഓരോ വോട്ടുകളും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാണ് സരിൻ പുറത്തുവിട്ടത്. പക്ഷെ പെട്ടി പൊട്ടിച്ച്
ഏത് ബാലറ്റ് പൊട്ടി വെട്ടി തുറന്ന് ഈ പറയുന്ന വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ ഈ പറയുന്ന സരിൻ 3-ാം സ്ഥാനത്തേക്കും രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 1-ാം സ്ഥാനത്തേക്കും പോയി എന്ന് പറഞ്ഞാൽ പാലക്കാട്ട് UDFന്റെ രാഷ്ട്രീയ അടിത്തറക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, പാലക്കാട്ട് UDFന്റെ കോൺഗ്രസിന്റെ അടിത്തറ, അത് അടിത്തറ മാത്രമല്ല, അത് പടുത്തുയർത്തി ഒരു ബുർജ് ഖലീഫ കണക്കെ ഇങ്ങനെ പടുത്തുയർത്തി നിർത്തിയിരിക്കുകയാണ് സരിൻ. വേണമെങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാം സരിന്. ഏറ്റവും നല്ല മാർഗം ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനിയും എന്തിനാ സരിനെ ഇങ്ങനെ ഊമ്പാനായിട്ട് ഇരിക്കുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ചെയ്തോളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു MLA ആവണമെന്നുള്ള അതിയായ മോഹത്തോട് കൂടി ചെന്ന് കയറിയത് ഈ പറയുന്ന സഖാക്കളുടെ കൂട്ടയിലേക്കാണെങ്കിൽ അടുത്ത പ്രാവശ്യം അത് BJPയുടെ കോട്ടയിലേക്ക് ചെന്ന് കയറൂ. എങ്ങനെയെങ്കിലും ജയിച്ച് കയറാൻ പറ്റുമോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് വോട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം, വോട്ട് എണ്ണുന്നതിന്റെ തലേ ദിവസം ഇതുപോലെ നമുക്ക് കണക്കുകളൊക്കെ ഒന്ന് നിരത്തി, കബഡിയൊക്കെ നിരത്തി, ജോത്സനെയൊക്കെ കൊണ്ടുവന്ന് പണിക്കർ സരിൻ, ഡോക്ടർ P സരിൻ പണിക്കർ എന്നാക്കി മാറ്റിയാലോ നമുക്ക് പേര്. അപ്പോ അത്തരത്തിൽ ജോർജിനൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കണക്കൊക്കെ നിരത്തി UDFനെ നമുക്ക് വീണ്ടും 3-ാം സ്ഥാനത്തേക്ക് പറഞ്ഞു വിടാം. പക്ഷേ അത് ഒരു ദിവസത്തേക്ക് മാത്രമേ UDF 3-ാം സ്ഥാനത്തേക്ക് പോവുകയുള്ളൂ. റിസൾട്ട് എണ്ണി കഴിയുമ്പോൾ UDF 1-ാം സ്ഥാനത്തേക്കും ഈ പറയുന്ന സരിൻ, അത് ആരുടെ ലേബലിൽ മത്സരിച്ചാലും സരിനെ നീ ഒരു തോൽവിയാണ്. ആ തോൽവി നീ 3-ാം സ്ഥാനത്തേക്ക് പോകും. എന്താണെങ്കിൽ ഈ അപശകുനം കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയത് നന്നായി. എവിടെ നിന്നോ ഒരു അപശകുനം കയറി വന്നു. ആ അപശകുനം താനെ അങ്ങ് സ്വയം ഇറങ്ങിപ്പോയത് നന്നായി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ സീറ്റ് കൊടുത്തതല്ലേ ഈ അപശകുനമായത് കാരണമാണ് അവിടെ തോറ്റത്. ആ അപശകുനം CPMലേക്ക് കാല് മാറിയിട്ടും പാലക്കാട് മത്സരിച്ചപ്പോ തോറ്റു. ഇനി അടുത്തതും എവിടെ മത്സരിച്ചാലും ഈ P സരിൻ തോൽക്കും. ഇവനൊരു അപശകുനമാണ്. ആര് കൊണ്ട് നടന്നിട്ടും കാര്യമില്ല. ഇവൻ കുറെ കണക്കുകൾ ഇങ്ങനെ അന്തം കമ്മി കണക്ക്. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്, പണ്ട് നമ്മുടെ എൻ്റെ നാട്ടില് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. മരിച്ചു പോയി. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. ആ വ്യക്തിക്ക് നമ്മൾ തൊട്ടടുത്ത് താമസിച്ചിരുന്നതാ. പണ്ട് ഒരു ഈ പറയുന്ന ഈ ലോട്ടറിയുടെ, നമ്മളിപ്പോ ഈ അസം ലോട്ടറിയും സിക്കിം ലോട്ടറിയും ഒക്കെ പലതരത്തിലും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ കറക്കുന്ന ഒരു ലോട്ടറിയുടെ ഒരു, നമ്മളിപ്പോ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ കാണുന്ന ഈ പോക്കർ ഗെയിമിനൊക്കെ സമാനമായ ഇങ്ങനെ കറക്കുന്ന ഒരു ലോട്ടറിയുടെ ഒരു സംഭവം കേരളത്തിലുണ്ടായിരുന്നു നിരോധിക്കുന്നതിന് മുമ്പ്. അന്ന് ആ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇയാൾ ഈ ലോട്ടറിയിൽ കളിച്ച് അവസാനം ആളുടെ ഒരു സ്ക്രൂ കുറച്ചൊന്ന് ലൂസായി പോയി. അതിനുശേഷം ഈ വ്യക്തി നിരന്തരമായിട്ട് ലോട്ടറി ടിക്കറ്റുകളിൽ പുള്ളി നിർത്തി. പിന്നെ പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്, രാവിലെ ഒരു പേനയും ഒരു കടലാസും എടുത്തിറങ്ങും. എന്നിട്ട് ആ കടലാസിൽ കുറെ കള്ളികളൊക്കെ വരച്ച് അന്നത്തെ ലോട്ടറിയുടെ പുള്ളിയുടെ പ്രവചനങ്ങളാണ്, ഇന്ന് വരുന്ന പ്രവചനങ്ങൾ. പുള്ളി കുറെ കണക്കൊക്കെ കൂട്ടി അവിടെ ആ കളത്തിൽ മറ്റേത് എഴുതി, ഈ കളത്തിൽ ഇന്ന നമ്പർ എഴുതി, ഇങ്ങനെ കുറെ കണക്കൊക്കെ കൂട്ടി പുള്ളി പ്രവചിക്കും. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ റിസൾട്ട് വരുമ്പോൾ പുള്ളി പ്രവചിച്ച ഒരു നമ്പറിലും പ്രൈസ് ഉണ്ടാവില്ല. അതുപോലെയാണ് ഇപ്പോൾ ഈ സരിന്റെ കാര്യം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വോട്ട് എണ്ണുന്നതിന് മുമ്പ് സരിൻ ഇത്തരത്തിൽ പല കാര്യങ്ങളും പലതും ഒരു അന്തം കമ്മിയെ കണക്കെ, ഒരു മന്ദബുദ്ധിയെ പോലെ, ഒരു അപശകുനം ഇങ്ങനെ കണക്ക് കൂട്ടി പറയുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു പഴയ നാട്ടുകാരനെയാണ് ഓർമ്മ വന്നത്. എന്താണെങ്കിലും സരിന്റെ ജന്മം ഇനിയും ബാക്കിയാണ്. കണക്ക് കൂട്ടാനും UDFനെയും കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെയും 3-ാം സ്ഥാനത്തേക്ക് പറഞ്ഞു വിടാനും ഒക്കെ സരിന്റെ കയ്യിൽ ഇനിയും ഒരുപാട് കണക്കുകളുണ്ട്. പക്ഷെ ഈ കണക്കുകൾ എന്നൊക്കെ പറയുന്നതിന്റെ ആയുസ്, ഈ പറയുന്ന എനിക്ക് മനസ്സിലാവാത്തത്, ഈ പൊട്ടൻ ഇങ്ങനെ മരപ്പൊട്ടത്തരം വിളിച്ചു പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെയാണ്. ഈ മാധ്യമ പ്രവർത്തകൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് പെട്ടിയിലായി കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള മരപ്പൊട്ടനെ പോലെ ഇവന്റെ പൊട്ടത്തരത്തെ, ഇവന്റെ വാദങ്ങളെ അംഗീകരിച്ചു കൊടുത്തത് എന്നാണ് മനസ്സിലാവാത്തത്. എന്താണെങ്കിലും വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ ഈ മരപ്പൊട്ടൻ അന്തംഗമ്മി സഖാവ് 8 നിലയിൽ പൊട്ടി. ഈ പൊട്ടൻ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള സൂചനകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും അതിനിടയിൽ ഈ വാദങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് ഈ പൊട്ടൻ പോയത്. പൊട്ടനെ
ചവിട്ടി തെറിപ്പിച്ചു ഇലക്ഷൻ കമ്മീഷൻ. ഇമാതിരി പൊട്ടത്തരം അത് മരമുറിക്കാരന്റെ TV-യിൽ നടത്തിയാൽ മതി, ഞങ്ങളടുത്ത് വേണ്ട എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. ചവിട്ടി തെറിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവുമല്ലേ? രാഹുൽ അയോഗ്യനാക്കി ഞാൻ ഈ പൊട്ടനെ ഒന്ന് കളിയാക്കിയതാണ്, മനസ്സിലായില്ലേ? നമുക്ക് ഇവരെ ഇങ്ങനെ ട്രോളാൻ കിട്ടുന്ന സമയത്ത്, ഈ പിരിയാരിയിലെ പരിനെ നമുക്കൊന്ന് ട്രോളാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ട്രോളും. കാരണം ഇവന്റെയൊക്കെ എന്തൊക്കെയായിരുന്നു ഇവന്റെ ഡയലോഗ്, എന്തായിരുന്നു ഇവന്റെ വെല്ലുവിളി, എന്തായിരുന്നു ഇവന്റെ അവകാശവാദം, എന്തായിരുന്നു ഇവന്റെ പുച്ഛം, അതും കൂടി നമ്മൾ കാണുമല്ലേ? അവകാശവാദവും വെല്ലുവിളികൾക്കപ്പുറം ഇവൻക്ക് കോൺഗ്രസിനോടൊരു പുച്ഛം. കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് മാത്രമല്ല, ബഹുദൂരം പിന്നിലാകും. പാലക്കാട്ടെ കോൺഗ്രസിന്റെ അടിത്തറ അത് തകർന്ന് തരിപ്പണമാകും എന്നൊക്കെ. എടോ സറിൻ പരിൻ, പാലക്കാട്ട് കോൺഗ്രസിന്റെ അടിത്തറ തകരുകയല്ല ചെയ്തത്, അത് ഒരു ബുർജ് ഖലീഫ കണക്കെ കെട്ടിപ്പടുത്ത് ഇങ്ങനെ ഉയരത്തിലേക്ക് കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. വേണമെങ്കിൽ മുകളിൽ നിന്ന് ചാടാൻ, അത്ര ഉയരം കിട്ടാൻ വേണമെങ്കിൽ ഒരിക്കൽ അതിന്റെ മുകളിലേക്ക്, അറ്റ് ദ ടോപ്പ് ഓഫ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ ഒന്ന് മുകളിൽ കയറി താഴേക്ക് ചാടിക്കോളൂ, ഒന്ന് ആത്മനിർവൃതി കിട്ടും നിങ്ങൾക്ക്.